ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതൂസ് ടേസ്റ്റി ഫുഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ 3 കളർ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ലെമൺ ജ്യൂസിൻ്റെ ഒരു റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ എസൻസ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയ ഡ്രിങ്കാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കളറിനായിട്ട് ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് റെഡ് കളറിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടും ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് റെഡ് കളറും കിട്ടും. ഇനി വൈറ്റ് കളറിനായിട്ട് ഒരു ചെറിയ കഷ്ണം തേങ്ങ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാം. ഒരു ജാറിലോട്ട് തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ അത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ അങ്ങനെ അരിച്ചെടുത്ത ജ്യൂസ് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട്. ഇതപ്പോൾ നമ്മുടെ വൈറ്റ് കളറിലുള്ള ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓറഞ്ച് കളറിലുള്ള ജ്യൂസ് റെഡിയാക്കാനായിട്ട് ക്യാരറ്റ് ചെറിയ കഷ്ണമായിട്ട് ഒരു ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതിന്റെ കുരു പെട്ടിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഞാൻ അങ്ങനെ അരിച്ചെടുത്ത ജ്യൂസാണിത്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കളറുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് കുടിച്ചോളും കേട്ടോ. ഇനി നമുക്ക് റെഡ് കളറിനായിട്ട് ഞാനിതാ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് നമുക്ക് വളരെ കുറച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ റെഡ് കളറിലുള്ള ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഡ്രിങ്ക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.